യു വാണ്ട് എ ഡ്രിങ്ക്? നോ താങ്ക്സ്. ഈശോയ്ക്കൊരു വാം റിസപ്ഷൻ തരണമെന്നുണ്ടായിരുന്നു. ബട്ട് വലിയ പശ്ചാത്താപമൊന്നും വേണ്ട സർ. വീട്ടിലേക്ക് കാല് കുത്തുന്നതിന് മുമ്പ് തന്നെ നല്ല സ്വീകരണം കിട്ടി. ഐ തിങ്ക് സമൺ വാണ്ട്സ് ടു ടോക്ക് മീ. ബി കെയർഫുൾ. ലീവ് എടുക്കുന്നതാ ബുദ്ധി. ബട്ട് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. തേങ്ങാക്കൊല. എൻ്റെ ഈശോയെ, നവഡേയ്സ് ഏറ്റവും കൂടുതൽ ക്രൈം റിപ്പോർട്ട് ചെയ്യുന്നത് സെൻട്രൽ റേഞ്ചിൽ നിന്നാണ്. 4 SP മാരും ഒരു കമ്മീഷണറും തൻ്റെ കൂടെ തലയും കുത്തി നിന്നാൽ പോലും ഒരു നിമിഷം തനിക്ക് സ്വസ്ഥത കാണുകയല്ല. ക്രിമിനൽ ജംഗിളാത്. ഇത്തരം ക്രിമിനൽ ജംഗിളിൽ ഹണ്ടിങ് നടത്താനാണ് എനിക്കിഷ്ടം. നല്ല ഇര്. എടോ, താൻ എന്നതാ കരുതിയിരിക്കുന്നേ? VIP-കളുടെ പുറകിൽ നിന്ന് ആളുകളുടെ ഇടയിലേക്ക് ചെമ്പോത്തിനെ പോലെ കഴുത്ത് നീട്ടി വട്ടം കറക്കി കൈയും പുറകിൽ കെട്ടി നിൽക്കുന്നതാ ലോ ആൻഡ് ഓർഡർ എന്നാണോ? അത് കളി വേറെയാ. യു വിൽ ഗെറ്റ് സ്പ്ലിറ്റ് ഇൻ ടു പീസസ്. പിന്നിൽ ഒളിപ്പിച്ച കോൾ സ്നിപ്പ് ഗണ്ണും അരയിൽ ചുറ്റിയ സൈക്ലോണൈറ്റ് ബോംബുമായി ജനക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്നവനെ മുഖം നോക്കി കണ്ടുപിടിക്കണമെങ്കിൽ തലയിൽ ബ്ലൂ ബാൻഡ് ചുറ്റിയ IPS ക്യാപ്പ് മാത്രം പോരാ സാർ. അതിനകത്ത് എക്സ്ട്രാ സെൻസ് വേണം. അതൊന്നും ഇല്ലാത്തവർക്ക് ചക്കിൽ പൂട്ടിയ പോത്തിനെ പോലെ ചാർത്തി കിട്ടിയ കസേരയ്ക്ക് ചുറ്റും ദാ ഇതുപോലിരുന്ന് വട്ടം ചുറ്റാനേ കഴിയും. അതേടോ, ഞാൻ ചക്കിൽ പൂട്ടിയ പോത്ത് തന്നെയാ, സമ്മതിച്ചു. അതുകൊണ്ട് മനസമാധാനത്തോടെ എനിക്ക് ക്രമസമാധാനം നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട്. താനങ്ങ് ചെന്ന് കിളച്ചു നോക്ക്, അപ്പൊ അറിയാം വിവരം. ഇവിടെ മധ്യമേഖല DIGയുടെ കസേരയിൽ ഇരിക്കാൻ ഈ ഡൽഹി വോക്കൽ പോറിംഗ് ഒന്നും മതിയാവില്ല പണിക്കരെ. സെൻട്രൽ റേഞ്ച് എന്ന് പറയുന്ന പപ്പടവട്ടം ഉണ്ടല്ലോ, ഒട്ടുപാല നിറച്ചു വെച്ചിരിക്കുന്ന ചിരട്ടയാ. അതിൽ കാലൊന്നു കുത്തിയാൽ ഊരി പോരാൻ കുറെ ദണ്ണിക്കും. അറിയാം സർ. മധ്യമേഖലയിലെ എഫ്ലുവന്റ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ്. കല്ലറയിലടക്കിയ പെൺ ശവങ്ങളെ പോലും ശവക്കുഴിയിലിട്ട് ഉപയോഗിക്കുന്ന നെക്രോമാനിയാക് അപ്ടൗൺ. 100% ലിറ്ററസി, 100% ലാറ്റക്സ്, 100% ലിക്കർ. ഇവയെല്ലാം ചേർത്ത വെൽ കോമ്പിനേറ്റഡ് റബ്ബർ ജംഗിൾ. മധ്യ തിരുവിതാംകൂറിന്റെ കാവൽ പിതാവായ പാലാ മാമച്ചന്റെയും അയാളുടെ അപ്പോസ്തലനായ MLA മോനായുടെയും ഹൈറേഞ്ച് പയസ് കാളിയാറച്ചന്റെയും യുണൈറ്റഡ് കിങ്ഡം. Don't touch them. Leave them free. They are fireballs. തൊട്ടാ കൈ പൊള്ളുവേ. Don't waste your precious time with this garbage. Sure. എനിക്ക് ഇപ്പൊ തോന്നി തുടങ്ങി ഞാൻ എന്റെ വിലയേറിയ സമയം പാഴാക്കുകയാണ്. അങ്ങയോടോ? Well, I just came to report that I am on duty as DIG Central Range. Goodbye for the time being. Present arms! General salute! Close arms! Order arms! Where is Mr. Anwar? അൻവർ വീണ്ടും ലീവ് എക്സ്റ്റെൻഡ് ചെയ്തു സർ. ഡൊമസ്റ്റിക് പ്രോബ്ലം. ഇഡിയറ്റ്. അയാൾ എത്ര കാലം ഇങ്ങനെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കും? ഐ വാണ്ട് ഹിം ഓൺ ഡ്യൂട്ടി ഇമ്മീഡിയറ്റ്ലി. നീ ഇവിടം വരെ കയറി വന്നല്ലേ? അന്നേ നിന്നെ പള്ളിമുറ്റത്തിട്ട് തീർക്കാഞ്ഞത് ഞങ്ങളുടെ തെറ്റ്. ആ തെറ്റിനുള്ള ശിക്ഷയാടാ നീ ഇപ്പൊ അനുഭവിക്കാൻ പോകുന്നത്. എവിടെ നിന്റെ ഗോഡ് ഫാദർ കാളിയാർ ഡോൺ?
സ്റ്റേറ്റ് പോലീസിൽ ഞാൻ ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും അന്തസ്സുള്ള മുഖം. ഡൈനാമിക് പേഴ്സണാലിറ്റി, വിഗറസ്, വെൽ ബിൽറ്റ് 6 ഫുട്ടർ. യു ആർ ഫിറ്റ് ഫോർ പോലീസ് ബട്ട് അൺഫിറ്റ് ഫോർ മീ. പ്രവർത്തിച്ചത് അവിവേകമാണെന്ന് ഇപ്പൊ തോന്നില്ല. തോന്നുമ്പോ നിനക്ക് പശ്ചാത്തപിക്കാനായിട്ടൊരു നിമിഷം പോലും ബാക്കി ഉണ്ടാവില്ല. ഐ അണ്ടർസ്റ്റാൻഡ്. കാൽ കീഴിലെ മൺതരികൾ ഓരോന്നായി ഒലിച്ചു പോകുമ്പോൾ, കടപുഴകി വീഴുമെന്ന് അറിയുമ്പോഴും മുഖം പതറാതെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കാൻ സാധിക്കുന്ന പഴയ കേളന്റെ ധൈര്യം, അതിൽ കൂടുതലൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ പുറത്ത് പൊരുതി വീഴുന്ന ഗ്യാങ്ങിന്റെ കാര്യമാണെങ്കിൽ ഡോളർ മസിലുള്ള അച്ഛൻ തീറ്റിപ്പോറ്റുന്ന അടുക്കള പിള്ളേർ. ദാറ്റ്സ് ഓൾ. അതിലപ്പുറം പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന് അഹങ്കരിക്കരുത്. ഇതിപ്പോ ആദ്യത്തെ അനുഭവമാണെങ്കിൽ ഇനി അങ്ങോട്ട് ഞങ്ങളോട് സഹകരിക്കുന്നതായിരിക്കും നല്ലത്. ഒന്നും ഞാൻ തുടങ്ങിയിട്ടില്ല. തുടങ്ങും സിസ്റ്റർ അമലയുടെ കുഴിമാടത്തിൽ നിന്ന്. റീപോസ്റ്റ്മോർട്ടം ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം തടയാം. സിസ്റ്റർ അമലയുടെ ഓഫീസ് എവിടെയാണ്? ആ ഭാഗത്താണ് സർ. ഓഫീസ് തനിച്ചാണ്? അല്ല സർ, കോൺവെന്റിൽ തന്നെ ഒരു മുറി ഓഫീസായി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. മുറിയിലേക്ക് അകത്തു നിന്നും പുറത്തു നിന്നും പ്രവേശിക്കാൻ സെപ്പറേറ്റ് ഡോറുകളുണ്ട്. ഓ കർത്താവേ, സർ. എനിക്ക് മദറിനെയും സിസ്റ്റർ വിമലയും ഒന്ന് കാണണം. സർ. ആരാ? ദീനമ്മ, ഇവിടുത്തെ വലിയ സാറേ. ആ, അമ്മച്ചില്ലേ? എന്റെ മാതാവേ, എന്റെ അമ്മച്ചി മരിച്ചിട്ട് 10-15 വർഷം കഴിഞ്ഞു. നിന്റെ നല്ലയുടെ കാര്യല്ല, ഇവിടത്തെ മദർ ഉണ്ടോന്നാ. അതാണോ? മടത്തിനുള്ളിൽ കാണും. ദാ ഇവിടെയാണ് സർ. ഓ ഈ മുറിയിൽ വെച്ചാണ് സർ സിസ്റ്റർ അമല കൊല ചെയ്യപ്പെട്ടത്. അതേ എന്ന് തറപ്പിച്ച് പറയാൻ നമ്മുടെ കയ്യിൽ തെളിവുകളില്ല. മറിച്ച് ആത്മഹത്യ തന്നെയാണെന്ന് സമർത്ഥിക്കാൻ ധാരാളം തെളിവുകൾ ഉണ്ട് താൻ. ഈ മുറിയാകെ ഡിസോർഡറായി കിടക്കുകയായിരുന്നു. സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട്. അങ്ങനെ സംഭവിക്കും. ആത്മഹത്യ ചെയ്യുന്നവർ ബോധ മനസ്സുകൊണ്ട് ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആത്മഹത്യക്ക് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങളിൽ ഒരുതരം ആങ്സൈറ്റി, അതുമൂലമുണ്ടാകുന്ന ഹിസ്റ്റീരിയ പ്രകടിപ്പിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾ. തന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നതിന് ആരാണോ കാരണക്കാരൻ, ആരോടാണോ വെറുപ്പ്, അതൊക്കെ അവരാ നിമിഷം അവരുടെ മുമ്പിൽ കാണുന്ന വസ്തുക്കളിൽ തീർക്കും. ചിലര് എല്ലാം തല്ലിപ്പൊട്ടി. പക്ഷെ ഇത് ആത്മഹത്യ അല്ലല്ലോ സർ. ആണല്ലോ. ജീവിച്ചിരുന്ന കാലം അത്രയും ഒരു ഇഡിയറ്റായിട്ടല്ല സിസ്റ്റർ അമല ജീവിച്ചിരുന്നത്. ആണോ? അല്ല. ഇംബൈസലോ മൊറോണോ അല്ല, ടൾ നോർമൽ അല്ല, നോർമലോ ആവറേജോ അല്ല, വെരി സുപ്പീരിയർ. കേട്ടിടത്തോളം സിസ്റ്റർ അമലയുടെ ഒരു IQ 120-140 റേഞ്ചിലാണ്. എക്സ്ട്രാ ഓർഡിനറി ഇന്റലിജന്റ്. അത്തരത്തിലുള്ള ഒരാൾ തന്റെ മരണത്തിൽ തനിക്കല്ലാതെ മറ്റാർക്കും പങ്കില്ലെന്ന് സ്വന്തം ടൈപ്പ്റൈറ്ററിൽ ഒരു സൂയിസൈഡ് നോട്ട് എഴുതി ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നാൽ അത് അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റൂ? ഇല്ല സർ. ആ, എടുത്തോ. ഒരു പേപ്പറിങ് എടുത്തേ. ആ സൂയിസൈഡ് നോട്ട് ഒന്ന് വായിച്ചേ. മദറമ്മയ്ക്ക് ഇനി വയ്യ. ലോകം, പിശാച്, ശരീരം, ഇവ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു. തെറ്റുകൾ മാത്രമേ ഞാൻ ഇത് കൂട്ടിയിട്ടുള്ളൂ. എനിക്കൊരിക്കലും കർത്താവിൽ നിന്നും അപമോചനം കിട്ടില്ല. ഇനി ജീവിക്കണമെന്ന് തെല്ലും ആശയില്ല. ഞാൻ മൂലം വന്നുപോയ എല്ലാ തെറ്റുകൾക്കും പിഴകൾക്കും മാപ്പ്. എൻ്റെ പേര് പറഞ്ഞ് ആരെയും ദ്രോഹിക്കരുതെന്നൊരൊറ്റ യാചനെ എനിക്കുള്ളൂ. എല്ലാറ്റിനും എന്നെ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പോകുന്നു. എൻ്റെ ഈ മരണ മതി. ഇതെന്തിനാണ് സർ? ഈ സൂയിസൈഡ് നോട്ട് നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഇതാണ് നമ്മുടെ കീ നോട്ട്. ഈ കീ വെച്ച് വേണം ഇനി പല പൂട്ടുകളും തുറക്കാൻ. ഇപ്പൻ
മാൻ മിസ്സിങ്ങിന് കേസെടുക്കണം സാർ. സർ എന്തു പറ്റി? എന്ത് പറ്റാനാണ് സാർ? ആട് കിടന്നിടത്ത് ഒരു പൂട പോലും ഇല്ല. എന്ന് പറയുന്ന പോലെ മധുര കടന്നിടത്തൊരു പൂട. കൂടെ പോലും ഇല്ലല്ലേ? അമ്മച്ചിയും മക്കളൊക്കെ അങ്ങ് സ്റ്റീമായി പോയി. സിസ്റ്റർ ഏതാ? ഞാൻ ഇവിടുത്തെ പുതിയ മദർ ടെസ്റ്റോ. ടെസ്റ്റോ? നിങ്ങൾ കുറെ നാളായി ഞങ്ങളെ ടെസ്റ്റ് കളിപ്പിക്കണേ. ഇവിടുന്ന് എല്ലാവരും മാറ്റി സാറേ. പഴയ മദറും സിസ്റ്റർ വിമല. അവരൊക്കെ ട്രാൻസ്ഫർ ചെയ്തായിരിക്കും. അവരെയൊക്കെ എങ്ങോട്ടാ പറഞ്ഞത്? അതൊന്നും എനിക്കറിയില്ല. കൽക്കട്ടയിലുള്ള മദർ സുപ്പീരിയർ ജനറലിനെ അറിയൂ. ഓ നിങ്ങൾ അൻവറേ, സർ. ആ കിണർ എവിടെയാണ്? ദാ അതിവിടെ തൊട്ടടുത്താണ് സർ. ഇതിലും വാ. പോവാൻ സാർ. സർ ആ. എന്തൊക്കെയോ ഒരു ഹൈഡ് ചെയ്യുന്നുണ്ട്. അതിനുള്ള തെളിവല്ലേ പെട്ടെന്നുള്ള ഈ വാക്യൂം ക്ലീനിങ്. പൊട്ടും പൊടിയും തരിയും ഒക്കെ അടിച്ചു പെറുക്കി കളഞ്ഞു. പൊട്ടും പൊടിയും തരിയും ഒന്നും നമുക്ക് വേണ്ടെന്ന് പറയാം. നട്ടാ മുളയ്ക്കുന്ന നല്ല വിത്തുണ്ടാവും അടിച്ചു കളഞ്ഞ കൂട്ടത്തില്. അതങ്ങ് പെറുക്കിയെട്, ഗുണമുണ്ടാവും. ഫോട്ടോഗ്രാഫ്സ്. സാർ സർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കോസ് ഓഫ് ഡെത്ത് വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിച്ചു എന്നാണ്. സ്റ്റൊമക്കിൽ 4.5 ലിറ്ററോളം വെള്ളം ഉണ്ടായിരുന്നു. ബട്ട് വൺ തിങ് സർ, അന്ന് കിണറ്റിലുണ്ടായിരുന്ന വെള്ളത്തിന്റെ അളവ് 3.5 അടിയാണ്. സിസ്റ്റർ അമലയുടെ ഉയരം 5 അടി 4 ഇഞ്ചും. ഈ മഠത്തിൽ കഴിഞ്ഞ 5 വർഷമായി സിസ്റ്റർ അമല താമസിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ കിണർ അവർക്ക് വളരെ പരിചിതമായിരിക്കും. മുങ്ങി മരിക്കാനുള്ള വെള്ളം ഈ കിണറ്റിലില്ല എന്നറിയാമെന്നിരിക്കെ സാറ് മുമ്പ് പറഞ്ഞതുപോലെ IQ ആവറേജിന് വളരെ മുകളിലുള്ള സിസ്റ്റർ അമല ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഈ കിണറ്റിൽ ചാടുമായിരുന്നു. അക്കോർഡിംഗ് ടു യുവർ വേർഷൻ, ആത്മഹത്യക്ക് മുമ്പുള്ള അബ്നോർമൽ അവസ്ഥയിൽ അവർ ഈ കിണറ്റിൽ ചാടിയെന്ന് തന്നെ ഇരിക്കട്ടെ. വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടുമ്പോൾ അവരറിയാതെ താനെ എഴുന്നേറ്റ് പോകും. ജീവനുള്ളതും അബോധാവസ്ഥയിൽ അല്ലാത്തതുമായ ഏതൊരു ജീവിയും ചെയ്യുന്ന ഒരു റിഫ്ലക്സ് ആക്ഷനാണ് സാർ അത്. അങ്ങനെ എഴുന്നേറ്റ് നിന്നാൽ സിസ്റ്റർ അമലയുടെ മുട്ടിന് മുകളിൽ വരെ മാത്രമേ വെള്ളം ഉണ്ടാവുകയുള്ളൂ. ഈ അവസ്ഥയിൽ സിസ്റ്റർ അമല എങ്ങനെയാണ് സാർ വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിക്കുന്നത്? അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നെങ്കിലോ? ഇത്രയും ആഴത്തിലേക്ക് വീണു കഴിഞ്ഞാൽ ആ വീഴ്ചയുടെ ആഘാതത്തിൽ മരണവെപ്രാളത്തിലാണെങ്കിൽ പോലും എഴുന്നേൽക്കാൻ പോയിട്ട് ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു സിസ്റ്റർ അമല എന്ന് വിചാരിക്കുക. മുങ്ങി മരിക്കാൻ മുട്ടോളം വെള്ളം തന്നെ ധാരാളമല്ലേ അൻവർ? ആത്മഹത്യയ്ക്ക് 99%, കൊലപാതകത്തിന് 1% സാധ്യതയുള്ളത്. ആ 1% അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ടാങ്കിലെ വെള്ളം എന്തിനാ ഉപയോഗിക്കാറ്? അലക്കാനും കുളിക്കാനും മറ്റും ഈ വെള്ളം ഉപയോഗിക്കുന്നത്. ഈ കിണറ്റിലെ വെള്ളം തന്നെയാണോ ഇതിലും? അല്ല, പൈപ്പിൽ നിന്നുള്ള വെള്ളം. ഓ, സാറിന് കുടിക്കാനാണെങ്കിൽ ഞാൻ കുശിനീന്ന് എടുപ്പിക്കാം. വേണ്ട, വെള്ളം കുടിക്കാനുള്ള ഒരു ലീസ്റ്റ് ഞങ്ങളൊന്ന് ഉണ്ടാക്കട്ടെ, എന്നിട്ട് കുശിനിന്ന് വെള്ളം എടുപ്പിക്കാം. അത് പോരെ? ആ കേർച്ചിഫ് ഇങ്ങട്. സാർ പ്ലീസ്, സാർ എന്തായി കാണിക്കുന്നത്? സാർ, സാർ വിടണം. സാർ, സോറി എഴുത്തച്ഛൻ, ഐ എം റിയലി സോറി. 5 സെക്കൻഡ് കൂടി കഴിഞ്ഞാൽ മരിച്ചേനെ സാർ. അപ്പൊ സിസ്റ്റർ അമലയുടെ മരണം ഇങ്ങനെയും ആവാം അല്ലെ? യെസ്, ഐ മീൻ ഇറ്റ്. കർത്താവേ, ആ കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളവും പായലും സാമ്പിൾ എടുക്കും. ഗുഡ് മോർണിംഗ് സർ. ക്യാരി ഓൺ.
പ്ലീസ്. എന്തായി? മാസ്റ്റർ സാമ്പിൾ എ സാമ്പിൾ സിയുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. ബി മാച്ച് ചെയ്യുന്നില്ല. ഏതാണ് സാമ്പിളേ? സിസ്റ്റർ അമലയുടെ സ്റ്റൊമക്കിൽ നിന്ന് കിട്ടിയ വെള്ളം. സിയോ? വാട്ടർ ടാങ്കിൽ നിന്ന് കിട്ടിയ ക്ലോറിൻ വെള്ളം. ഓ. അപ്പോൾ ടാങ്കിൽ മുക്കി തന്നെയാണ് കൊണ്ടിരിക്കുന്നത്. എന്നെ സാറ് ടാങ്കിൽ മുക്കി കൊല്ലാൻ പോയതുപോലെ. സർ, പായൽ സാമ്പിൾ 3യുമായി മാച്ച് ചെയ്യുന്നുണ്ട്. സാമ്പിൾ 3 മീൻസ് നമ്മൾ ടാങ്കിൽ നിന്ന് കളക്ട് ചെയ്ത പായൽ. അതെ, അത് സിസ്റ്റർ അമലയുടെ വയറ്റിൽ നിന്ന് കിട്ടിയ പായലുമായിട്ട് മാച്ച് ചെയ്യും. കറക്റ്റ്. 100%? നോ ഡൗട്ട് സർ. താങ്ക് യു. സാറിന്റെ ഗസിൻ തെറ്റിയില്ല. അതെ സർ, മെത്തേഡ് ഓഫ് മർഡർ സാറ് പറഞ്ഞതുപോലെ ടാങ്കിൽ മുക്കി തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ലല്ലോ അൻവർ. ആര്, എന്തിന്, എപ്പോൾ, എങ്ങനെ, അതിൽ എങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സർ, സീൻ ഓഫ് ക്രൈമിൽ നിന്നും കിട്ടിയിട്ടുള്ള ഫിംഗർ പ്രിന്റുകളിൽ ആ മഠത്തിലെ സിസ്റ്റേഴ്സിന്റേതല്ലാത്ത ഒറ്റ ഫിംഗർ പ്രിന്റ് മാത്രമേ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻ, മോണിറ്റർ. സിസ്റ്റർ അമലയുടെ റൂമിന്റെ ഡോർ ലോക്കിൽ നിന്നും ആ മുറിയിലുണ്ടായിരുന്ന ടൈപ്പ് റൈറ്ററിൽ നിന്നും കണ്ടെടുത്തതാണ് ഈ ഫിംഗർ പ്രിന്റ്. പിന്നെ മറ്റൊന്ന് ട്രേസ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഗ്ലൗസിന്റേതാണ് സർ. അപ്പോൾ കൊലയാളി കൃത്യത്തിനിടയ്ക്ക് ഗ്ലൗസ് ഇട്ട് കാണണം അല്ലേ സാർ? അയാളൊരു ബുദ്ധിമാൻ. ആ. പക്ഷെ അയാൾ കാണിച്ച ഒരു അതിബുദ്ധിയാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ്. അത് സിസ്റ്റർ അമലയുടെ മുറിയിൽ നിന്ന് അൻവറിന് കിട്ടിയ ആത്മഹത്യാക്കുറിപ്പ്. ഇത് സിസ്റ്റർ അമലയുടെ മുറിയിലെ ടൈപ്പ് റൈറ്ററിൽ ഞാൻ ടൈപ്പ് ചെയ്തെടുത്തത്. സൂക്ഷിച്ചു നോക്കാം. സാറ് ടൈപ്പ് ചെയ്ത ഈ ലെറ്ററിലെ മാ എന്ന അക്ഷരത്തിന് ഒരു പൊട്ടലുണ്ട് സർ. യെസ്, ആ ടൈപ്പ് റൈറ്ററിലെ മാ എന്ന അക്ഷരത്തിന് ഒരു ഒടിവുണ്ട്. പക്ഷെ അൻവറിന് കിട്ടിയ ആത്മഹത്യാക്കുറിപ്പിലെ മായ്ക്ക് ഒടിവുണ്ടോ? ഇല്ല സർ. അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ. ടൈപ്പ് റൈറ്റർ 2ആണ്. കൊലയാളി മറ്റേതോ ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്ത സൂയിസൈഡ് നോട്ടാണ് സിസ്റ്റർ അമലയുടെ ടൈപ്പ് റൈറ്ററിൽ വെച്ചിരുന്നത്. അതാണ് അൻവറിന് കിട്ടിയത്. സിസ്റ്റർ അമല കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ആരായിരിക്കാം കൊലയാളി? ഫാദർ ക്ലെമൻ കാളിയ. മോട്ടീവ്? ആദ്യം മുതലേ തന്നെ സിസ്റ്റർ അമല ഫാദറിന്റെ കണ്ണിലെ കരടായിരുന്നു സർ. എതിർക്കുന്നവരെയൊക്കെ ഇല്ലാതാക്കുക അയാൾക്കൊരു ശീലമല്ല, ഹരമാണ്. എന്തിനും പ്രാപ്തിയുള്ളവൻ. പിന്നെ ഏത് സമയത്ത് വേണമെങ്കിലും അയാൾക്ക് മഠത്തിൽ കയറി ചെല്ലാം. സാർ, സിസ്റ്റർ വിമലെ മാറ്റി പാർപ്പിച്ചിരിക്കുന്ന മഠം ലൊക്കേറ്റ് ചെയ്തു സാർ. എവിടെ? കർത്താവ് അവിടെ തന്നെ ഉണ്ടാവണം. ഞങ്ങൾ എത്തിക്കോളാം.